ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫു കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലൈം ഉണ്ടാക്കുകയാണ്. ഞാൻ ഇന്ന് ആ റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. എല്ലാവർക്കും ലൈം ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിക്ക് വേണ്ടതാണ്, ഞാൻ 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് എടുത്തു വെച്ചതാണ്. പിന്നെ ഇത് കുറച്ച് അണ്ടിപ്പരിപ്പാണ്, ഒരു 4 എണ്ണം. പിന്നെ ഇത് ചെറിയൊരു ഇഞ്ചി കഷ്ണമാണ്. പിന്നെ ഇത് പഞ്ചസാര, ആവശ്യത്തിനുള്ള പഞ്ചസാര. പിന്നെ ഇത് തണുത്ത വെള്ളം. ഇതാണ് ഇതിലേക്ക് വേണ്ടത്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്തിയാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പക്കപ്പം കിട്ടുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്കിട്ട് കിടക്കാം. അപ്പോൾ വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ, ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പം നമുക്ക് ആദ്യം നാരങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറിയ കഷ്ണം ഇട്ടാൽ മതി, ഓവർ ആവരുത്. പിന്നെ പഞ്ചസാര നമുക്ക് ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ചാണ്. പക്ഷേ ലൈമക്കൊക്കെ കുറച്ച് മധുരം വേണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി കുറച്ച് വെള്ളം പാടിയ ആദ്യം. തണുത്ത വെള്ളമാണ്. ഐസ് ക്യൂബൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, പക്ഷേ ഇവിടെ ഇപ്പം അതില്ല. പിന്നെ നമുക്ക് മിക്സി അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ആദ്യം കുറച്ച് വെള്ളം പാർന്നിട്ട് നമ്മൾ ഇട്ടതൊക്കെ ഒന്ന് അരച്ചെടുക്കുക. അല്ലെങ്കിൽ അത് അരയൂല, അതിൽ കടന്നിട്ട് ഇങ്ങനെ കളിക്കും. അപ്പോൾ ഇതിപ്പോൾ നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള എത്രയാണ് വേണ്ടത് വെച്ചാൽ, അപ്പോൾ ഞാൻ 2 നാരങ്ങയല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ കുപ്പി വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ഒന്നും പാടെ അടിച്ചു ഇനി നമുക്ക് 1 സ്പൂണ് പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ കുറച്ച് പാടെ വെള്ളം ഒഴിച്ചല്ലോ, അപ്പോൾ ആ മധുരം പോരാ. അപ്പം ഇനി നമുക്ക് ഒന്നും പാടെ അടിച്ചു കൊടുക്കാം. ഏതായാലും നമ്മളെ ലൈം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഒരു ജഗ്ഗിലേക്കാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് നോമ്പൊക്കെ തുറന്ന സമയത്ത് ഫുഡൊന്നും ഇല്ലെങ്കിൽ ഈ വെള്ളം കിട്ടിയാൽ മതി നമുക്ക് കഴിക്കാൻ. അത്രയും നമുക്ക് ക്ഷീണത്തിനൊക്കെ നല്ലതാണ്. എനിക്കൊക്കെ ഈ വെള്ളം കിട്ടിയാൽ മതി. നമുക്ക് നല്ലൊരു വയറിനൊരു സുഖം ഉണ്ടാവും. നമുക്ക് ദാഹത്തിനും ക്ഷീണത്തിനും ഒക്കെ ഒരു ഇത് കിട്ടും. ഞാൻ എടുത്തത് ചെറിയ അരിപ്പായിപ്പോയി. ഏതായാലും നമുക്ക് ഇതിൽ തന്നെ അങ്ങോട്ട് ഫുള്ളായിട്ട് അരിച്ചെടുക്കാം. നമ്മളിത് മുഴുവനായിട്ട് അരിച്ചെടുക്കുകയാണ്.
നല്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഒരു 4-5 ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ അതില്ല, അതുകൊണ്ടാണ് ഞാനത് ഇടാത്തത്. ഇപ്പോൾ കണ്ടോ, നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലൈം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നോമ്പാണ്, ബാങ്ക് കൊടുത്തിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിക്കുകയാണ്. കണ്ടോ, വേറൊരു വെറൈറ്റി കളറും ഇതൊക്കെ ആയിട്ട് ആണ്. അപ്പം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല നമുക്കൊരു മടുപ്പ് വരാത്തൊരു വെള്ളമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത്. അപ്പം ഇനി ഏതായാലും എല്ലാവരും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഫസ്റ്റ് പറഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ഓക്കെ, ബായ്.